സുഹൃത്തുക്കളെ, മാറ്റം എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും കരുതുന്നത് മാറ്റം പുറത്താണ് ഉണ്ടാകുന്നത് എന്ന്. പണം വന്നാൽ ജീവിതം മാറും, വീട് മാറിയാൽ മനസ്സു മാറും, മറ്റുള്ളവർ നമ്മെ അംഗീകരിച്ചാൽ സമാധാനം കിട്ടും. പക്ഷെ സത്യമെന്താണ്? മാറ്റം പുറത്തല്ല തുടങ്ങുന്നത്, അത് ഉള്ളിലാണ് ആരംഭിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ വലിയ കാര്യങ്ങൾ ആവശ്യമില്ല. സത്യത്തിൽ ചെറിയ ചില മാറ്റങ്ങളിലൂടെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിലൊന്നാണ് ചിട്ടയുള്ള ജീവിതം. ഒരു മുറി ചിന്തിക്കൂ. അഴുക്കായി കിടക്കുന്ന ഒരു മുറി. വസ്തുക്കളെല്ലാം ചിതറിക്കിടക്കുന്നു. ആവശ്യക്കാരും അനാവശ്യക്കാരും തമ്മിൽ വ്യത്യാസമില്ല. ആ മുറിയിലിരിക്കുമ്പോൾ മനസ്സും അങ്ങനെ തന്നെയായിരിക്കും. ചിന്തകൾ കുഴഞ്ഞുപോകും, ഉത്സാഹം കുറയും. ഇപ്പോൾ അതേ മുറി ക്രമപ്പെടുത്തി ശുചിയാക്കി ആവശ്യക്കാരുള്ളത് മാത്രം വെച്ച് മറ്റെല്ലാം ഒഴിവാക്കിയാൽ അവിടെ വെളിച്ചം കൂടുതൽ തോന്നും, ശ്വാസമെടുക്കാൻ എളുപ്പമാകും, മനസ്സ് ലഘുവാകും. ഇതാണ് ലളിതജീവിതം. ലളിതജീവിതം എന്നത് ദാരിദ്ര്യമല്ല, അത് കുറവിൽ ജീവിക്കുന്നത് മാത്രമല്ല, അത് ആവശ്യമില്ലാത്തത് ഒഴിവാക്കി ആവശ്യപ്പെട്ടതിനെ മുൻഗണന നൽകുന്ന ജീവിതരീതി. നമ്മുടെ മുറിയിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിലും ലളിതജീവിതം വേണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നമ്മെ താഴെയാക്കുന്ന ചിന്തകൾ, ഇവയെല്ലാം നമ്മൾ പിടിച്ചു നിർത്തുന്ന അഴുക്കുകളാണ്. ജീവിതം ഒരു ദിവസം കൊണ്ട് മാറില്ല, പക്ഷേ ഒരു തീരുമാനം ജീവിതത്തിന്റെ ദിശ മാറ്റും. ഇനി ഞാൻ അനാവശ്യമായ കാര്യങ്ങൾക്ക് സമയം കളയില്ല. ഇനി ഞാൻ എന്നെ ബഹുമാനിക്കാത്തവരെ പിന്തുടരില്ല. ഇനി ഞാൻ എന്റെ മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കും. ഇത് ചെറിയ തീരുമാനങ്ങൾ പോലെ തോന്നാം, പക്ഷേ ഇവയാണ് വലിയ മാറ്റങ്ങളുടെ തുടക്കം. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം സ്ഥിരമല്ല. നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സ്ഥിരമല്ല. അപ്പോൾ സ്ഥിരമെന്താണ്? നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്. നിങ്ങളുടെ ജീവിതം ഇന്നിങ്ങനെയായത് നിങ്ങളെടുത്ത തീരുമാനങ്ങളുടെ ഫലമാണ്. നാളെയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനിക്കും. അഴുക്കായ മുറി ശുചിയാക്കാൻ സമയം വേണം. ഒന്നെടുത്ത് ക്രമപ്പെടുത്തണം. പഴയത് വിട്ട് പുതിയത് സ്വീകരിക്കണം. അതുപോലെ തന്നെ അഴുക്കായ ജീവിതം ശുചിയാക്കാൻ ധൈര്യം വേണം. ലളിതജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? കുറവിൽ സന്തോഷം കണ്ടെത്താൻ, കുറഞ്ഞ വസ്തുക്കളിൽ കൂടുതൽ സമാധാനം നേടാൻ, കുറഞ്ഞ ശബ്ദത്തിൽ കൂടുതൽ വ്യക്തത കണ്ടെത്താൻ. നമ്മുടെ ജീവിതം പലപ്പോഴും ഭാരമുള്ളത് വസ്തുക്കൾ കൊണ്ടല്ല, ചിന്തകൾ കൊണ്ടാണ്. നമ്മൾ ഓരോ ദിവസവും ആവശ്യക്കാരല്ലാത്ത കാര്യങ്ങൾ കൂടി കൂട്ടുന്നു. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രം അവ ഒഴിവാക്കാൻ പഠിക്കുന്നു. ചിട്ടയുള്ള ജീവിതം ശുചിയുള്ള മുറിയിലല്ല തുടങ്ങുന്നത്, അത് ശുചിയുള്ള മനസ്സിലാണ് തുടങ്ങുന്നത്. പ്രതിദിനം ഒരു ചെറിയ മാറ്റം വരുത്തൂ. ഒരു ഡ്രോയർ ശുചിയാക്കൂ. ഒരു അനാവശ്യ നമ്പർ ഒഴിവാക്കൂ. ഒരു വിഷമകരമായ ഓർമ്മ വിടൂ. ഒരു നെഗറ്റീവ് ചിന്ത മാറ്റൂ. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങുകയാണ്. ജീവിതം നമ്മെ പരീക്ഷിക്കും. ചില ദിവസങ്ങൾ ഇരുണ്ടിരിക്കും, ചില ദിവസങ്ങൾ വെളിച്ചം നിറഞ്ഞിരിക്കും. പക്ഷേ ലളിതജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇരുട്ട് സ്ഥിരമല്ല, വെളിച്ചവും സ്ഥിരമല്ല. സ്ഥിരം നിങ്ങളുടെ മനോഭാവമാണ്. നിങ്ങൾ അലച്ചിൽ തിരഞ്ഞെടുക്കുമോ, അല്ലെങ്കിൽ വ്യക്തത? നിങ്ങൾ വിഷമം പിടിച്ചു നിർത്തുമോ, അല്ലെങ്കിൽ സമാധാനം തിരഞ്ഞെടുക്കുമോ? ഇന്ന് നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? മനംനിലയോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ന പുതിയ തുടക്കമോ? ഓർമ്മിക്കുക, വലിയ മാറ്റങ്ങൾ ചെറിയ തീരുമാനങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. നിങ്ങളുടെ മുറി ശുചിയാക്കൂ. നിങ്ങളുടെ സമയം ക്രമപ്പെടുത്തൂ. നിങ്ങളുടെ ബന്ധങ്ങൾ പരിശോധിക്കൂ. നിങ്ങളുടെ ചിന്തകൾ ശുദ്ധീകരിക്കൂ. കാരണം മാറ്റം പുറത്തല്ല, അതുള്ളിൽ തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ മറ്റാരും എഴുതുന്നില്ല, അത് നിങ്ങൾ തന്നെയാണ് എഴുതുന്നത്. ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം തുടങ്ങൂ. അത് നാളെ ഒരു വലിയ മാറ്റമാകും.